MSO ഫസ്റ്റ് ഇയറിലെ യൂണിറ്റ് 2ലേക്ക് കടക്കാം. ഇൻട്രൊഡക്ഷൻ. സാങ്കേതികപരമായി വളരുന്നതിനനുസരിച്ച് കനോളജും വർദ്ധിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഏത് വാക്കുകളാണോ പറയുന്നത് അത് എല്ലാ രീതിയിലും ഗുണപ്രദമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നു. ഒരു ശാസ്ത്രീയ പദവലി എങ്ങനെ വികസിപ്പിച്ചെടുക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഇത്. വാക്കുകളുടെ സാങ്കേതിക അർത്ഥത്തെ ആദ്യം മനസ്സിലാക്കുകയും പിന്നീട് അതിനെ ആശയങ്ങളെന്ന് വിളിക്കുകയും ചെയ്യുന്നു. പത്തോളജിക്കൽ അവസ്ഥ ഭൗതികശാസ്ത്രം, രസതന്ത്രം, ജീവശാസ്ത്രം എന്നിവയിൽ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ കാര്യങ്ങൾ അളക്കുന്നതിനും സമവാക്യത്തിൻ്റെ രൂപീകരണത്തിനും പരീക്ഷണങ്ങളുടെ പെരുമാറ്റത്തിനും സഹായിക്കുന്നു. സോഷ്യൽ സയൻസിന് പരീക്ഷണങ്ങൾക്ക് പരിമിതമായ സാധ്യതകളാണ് ഉള്ളത്. സമൂഹങ്ങളിലും ഗ്രൂപ്പുകളിലും വ്യത്യസ്ത മനുഷ്യപ്രവർത്തനങ്ങളിലും സ്വാധീനങ്ങൾ വിശദീകരിക്കാവുന്നതാണ്. പുതിയ പഠനങ്ങളുടെ നടത്തിപ്പിന് പ്രകൃതിശാസ്ത്രത്തിൽ ചരിത്രത്തിൻ്റെ ഉപയോഗമുണ്ട്. ഇടപെടലിനെ ആശയങ്ങൾ സിദ്ധാന്തത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കപ്പെടുന്നു. വേർഡ്സ് ആൻഡ് ലാംഗ്വേജിനെ കുറിച്ച് ഇനി അടുത്തതായി പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഭാഷയാണ് ആശയവിനിമയത്തിനും സംഭാഷണത്തിനും നടക്കുന്നതിനും അതുപോലെ തന്നെ വാക്കുകൾ ഉണ്ടാക്കുമ്പോൾ ഭാഷ രൂപപ്പെടുകയും ചെയ്യുന്നു. അതിലൂടെ വാക്കുകളിലൂടെ ഒരു കൂട്ടം വാക്യങ്ങൾ രൂപപ്പെടുന്നുവെന്ന് പറയുന്നു. പിന്നീട് സമൂഹത്തിൽ എല്ലാവർക്കും ഓരോ വസ്തുക്കളെ അർത്ഥമാക്കുന്നതോ സൂചിപ്പിക്കുന്നതോ ആയ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഭാഷ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ഉൽപ്പന്നമാണ്. അത് വാക്കുകൾക്കൊരു അർത്ഥം നൽകുകയും ആ അർത്ഥം മറ്റുള്ളവർക്ക് പൊതുവായി അംഗീകരിക്കുകയും ചെയ്യുന്നു. അതിലൂടെ സാമൂഹിക ഇടപെടൽ സുഗമമാക്കാൻ അല്ലെങ്കിൽ അത് സാമൂഹിക ഇടപെടൽ കാര്യക്ഷമമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ നഗരത്തിൻ്റെ വ്യത്യസ്ത പരമ്പരകളെക്കുറിച്ച് ഒരു കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പ്രാദേശിക ഭാഷ സംസാരിക്കുന്നവർ 9 സംഘം ഉണ്ടായിരുന്നു എന്ന് കരുതുക. അവർ ഉപ്പ് വേണമെന്ന് പറയുന്നത് പലരും പല വാക്കുകൾ പ്രയോഗിക്കുമ്പോഴാണ്. അതിൽ പലർക്കും ആ വാക്ക് എന്താണ് പറയുന്നത് എന്ന് അറിയുന്നില്ലായിരുന്നു. അവസാനം ഉപ്പിൻ്റെ പാക്കറ്റ് തുറന്ന് കാണിക്കുകയും എല്ലാവരും ഉപയോഗിച്ച വാക്കിൻ്റെ അർത്ഥം ഒന്നാണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ഉപ്പ് 9 വ്യത്യസ്ത വാക്കുകളിൽ വിവരിച്ചെങ്കിലും അതിൽ തിരഞ്ഞെടുത്ത ഒരു വസ്തുവിൻ്റെ അർത്ഥമാക്കുന്നതോ സൂചിപ്പിക്കുന്നതോ ആയ ഒരു വാക്കിൻ്റെ മൂല്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു ഉപ്പ് എന്നൊരു വാക്ക് അല്ലെങ്കിൽ അതൊരു പ്രയോഗം പല ഭാഷയിൽ പല അർത്ഥമാണ് നൽകുന്നത്. അല്ലെങ്കിൽ ഒരു ഉപ്പ് എന്നതിൽ പല ഭാഷ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പല വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ നോക്കി. ഇനി അടുത്തൊരു ഉദാഹരണം നമുക്ക് നോക്കാം. കസേര എന്ന വാക്ക് ഇരിക്കാൻ ഉപയോഗിക്കുന്നു. ഒരു ഫർണിച്ചറിനെ സൂചിപ്പിക്കുന്നു അല്ലേ? പാർലമെന്റിലെ ഒരു സമയത്ത് അംഗങ്ങൾ ബെഞ്ചുകളിൽ ഇരിക്കാറുണ്ടായിരുന്നു. സർക്കാരിൽ ഉണ്ടായിരിക്കുന്നതും ധനകാര്യം നിയന്ത്രിച്ചവരുമായിരുന്നു അവർ. ട്രഷറി ബെഞ്ചുകളാണ് ഇരിക്കുകയും ദി ചെയർ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു. ഇവിടെ വസ്തുക്കൾ സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ സീറ്റുകളിൽ ഇരിക്കുന്ന വ്യക്തികളെ മനസ്സിലാക്കുന്നതിനായി ആ പ്രയോഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇനി അടുത്തൊരു ഉദാഹരണം കൂടി നോക്കാം. ക്രിക്കറ്റിൽ അമ്പയറെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വെള്ള കോട്ടിട്ട അവരെയാണ് അമ്പയർ എന്ന് നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ അമ്പയർ എന്ന് ആ വേഷമിടുമ്പോൾ അല്ലെങ്കിൽ വെള്ള കോട്ടിടുമ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം കൊടുക്കുന്നത് അമ്പയർ എന്നാണ്. അതുപോലെ തന്നെയാണ് സൈന്യത്തിലെയും പോലീസിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത റാങ്കുകളാക്കി തിരിക്കുകയും അവരുടെ വസ്ത്രധാരണ രീതികൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. അവരുടെ വസ്ത്രധാരണ രീതിയിൽ നോക്കിയും
ആ സ്ഥാനത്തെ അവരുടെ സ്ഥാനത്തെ വില കൽപ്പിക്കാൻ, അല്ലെങ്കിൽ ആ സ്ഥാനത്തെ മനസ്സിലാക്കാൻ അവരുടെ യൂണിഫോമിലൂടെ നമ്മൾക്ക് അവരുടെ അവർ ഏത് പൊസിഷനിലാണ് എന്നുള്ള ഇത് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. ഇനി ഒരേ അർത്ഥം നൽകാൻ ഒരു വാക്ക് പലതവണ പ്രയോഗിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് പങ്കിടുവാൻ അതുവഴി പരസ്പര ആശയവിനിമയം നടത്താനും സാധിക്കുന്നു എന്ന് പറയുന്നു. അതെ അല്ലെങ്കിൽ ഇല്ല എന്ന സൂചന നൽകാൻ അടയാളങ്ങൾ പോലും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ തലയെ കഴുത്തോ ഇടത്തു നിന്ന് വലത്തോട്ട് ചലിച്ചാൽ അതിൻ്റെ അർത്ഥം അതെ എന്നാണ്. പ്രദേശത്ത് അതെ എന്നാണ് പറയുന്നത്. പക്ഷേ വടക്കേ ഇന്ത്യയിൽ അതിൻ്റെ അർത്ഥം ഇല്ല എന്നാണ് പറയുന്നത്. അതേസമയം അതെ എന്നതിന് മുകളിലേക്ക് കാണിക്കുക എന്ന അർത്ഥം കൂടെ ഉണ്ടെന്ന് പറയുന്നു. പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിയുന്നതിന് വാക്കുകൾക്കും അടയാളങ്ങൾക്കും പൊതുവായ ഒരു അർത്ഥം ഉണ്ട്. ഇല്ല എന്നാണ് അതേസമയം അതെ എന്നതിന് മുകളിലേക്ക് കാണിക്കുക എന്ന് പറയുന്നു. പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിയുന്നതിന് വാക്കുകൾക്കും അടയാളങ്ങൾക്കും പൊതുവായ ഒരു അർത്ഥമുണ്ടെന്ന്, അതിന് ഒരു ആവശ്യമാണെന്ന് നമുക്ക് ഈ ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചല്ലോ. മനുഷ്യരിൽ നിന്ന് വ്യത്യാസമാണ് മൃഗങ്ങളുടെ ഭാഷ. മനുഷ്യരിൽ ആശയവിനിമയത്തിന് ഭാഷയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ രൂപപ്പെടുത്തി എടുക്കുന്നത്. എന്നാൽ മൃഗങ്ങൾക്ക് അവരുടെ ശബ്ദത്തിലൂടെയും ചലനങ്ങളിലൂടെയും അവരുടെ ആശയവിനിമയം നടത്തുന്നു എന്ന് പറയുന്നു. തത്വചിന്ത, സാമ്പത്തിക ശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം എന്നിവയിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. സംഗീതത്തിന്റെ ക്ലാസിക്കൽ പ്രവണതയിലൂടെ കടന്നു വന്നവരായിരുന്നു. അവരുടെ ശക്തിയും അതേ വാദത്തെ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ജർമ്മൻ ഒരു ഭാഷ എന്ന നിലയിൽ ഓസ്ട്രിയയുടെയും ജർമ്മനിയുടെയും പണ്ഡിത പാരമ്പര്യങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറയും. അടുത്തതായി നമ്മൾ നോക്കുന്നത് ദ നേച്ചർ ഓഫ് കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ശാസ്ത്രജ്ഞർ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു സാങ്കേതിക അർത്ഥം ലഭിക്കുന്നു എന്ന് പറയുന്നു. അതൊരു ആശയമായി മാറുന്നു. ഒരു മനുഷ്യനെ പരാമർശിക്കുമ്പോൾ ജീവശാസ്ത്രജ്ഞർ ആധുനിക മനുഷ്യനെ വിവരിക്കാൻ തുടങ്ങുന്നു. അത് ഏത് വാക്കിലൂടെ പറയുന്നു? ഹോമോസ്ഫിയർ എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നു ആധുനിക മനുഷ്യന്മാരെ പറയുവാനായിട്ട്. ഒരു വ്യക്തി രോഗബാധിതയാണ്. അയാൾ സാധാരണ ഭാഷയിൽ അയാൾക്ക് പനി പിടിപെട്ടു എന്നാണ് നമ്മളെല്ലാവരും ആദ്യകാലങ്ങളിലെല്ലാം പറഞ്ഞത്. എന്നാൽ കണ്ടെത്തലുകളുടെ ഫലമായിട്ട്, അല്ലെങ്കിൽ കണ്ടെത്തലുകളുടെ പുരോഗതി വന്നതോടുകൂടി മലേറിയ, ഡെങ്കിപ്പനി, അങ്ങനെ വിവിധ തരം പനികളായി രൂപപ്പെട്ടു. അവയ്ക്ക് ഓരോ പനിക്കും ഓരോ കണ്ടെത്തലിനനുസരിച്ചിട്ട് ഓരോ പേരുകൾ നൽകാൻ തുടങ്ങിയെന്ന് പറയുന്നു. ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികളായി ആറ്റം കണ്ടെത്തിയപ്പോൾ രസതന്ത്രം ഒരു ശാസ്ത്രമായി മാറിക്കഴിഞ്ഞു. ഹൈഡ്രജന്റെ ഉദാഹരണമായി പറയാം. ഹൈഡ്രജന്റെ ആറ്റോമിക ഭാരം 1 ഓക്സിജന്റെ 2 കണക്കാക്കി. അതുവഴി 92 മൂലകങ്ങളുടെ ഭാരം കണക്കാക്കിയും ഇവയെ ആറ്റോമിക ടേബിൾ എന്ന പട്ടികയിൽ ക്രമീകരിക്കുകയും ചെയ്തു. സിദ്ധാന്തത്തിന്റെ പ്രധാന സ്വഭാവം ആശയങ്ങളുടെ അവയുടെ പരസ്പര ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രസ്താവിച്ച നിഗമനങ്ങളുടെ ഒരു പരമ്പരയാണ് രൂപപ്പെടുകയും ചെയ്തുവെന്ന്. അതിൽ ആശയപരമായ അമൂർത്തീകരണങ്ങളെക്കുറിച്ച്, അബ്സ്ട്രാക്ഷനെക്കുറിച്ച് പഠിക്കാം. ഒരു ആശയത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരണം ആവശ്യമാണെന്ന് ഒരിക്കലും ആശയത്തെ കാണുന്നില്ല. ആശയത്തിലേക്ക് എത്തുകയാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. ശരിയായ നാമങ്ങളെ സാധാരണ നാമങ്ങളാക്കി മാറ്റുന്നതിലൂടെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷനിൽ എത്താൻ സാധിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് കോൺസെപ്റ്റ് ഇൻ സോഷ്യോളജി ആൻഡ് സം ഇല്യൂസ്ട്രേഷനെ കുറിച്ചാണ് നോക്കുന്നത്. സോഷ്യോളജിയെ ചില ആശയങ്ങൾ ചിത്രീകരണത്തിലൂടെ മനസ്സിലാക്കാമെന്ന് പറയുന്നു. ഒരു വസ്തുവിനെയോ അർത്ഥത്തെയോ സൂചിപ്പിക്കാൻ നമ്മൾ ഒരു വാക്ക് ഉപയോഗിക്കുന്നു. മറ്റു വസ്തുക്കളെ സൂചിപ്പിക്കാൻ നമ്മൾ വ്യത്യസ്ത പദങ്ങളാണ് ഉപയോഗിക്കുന്നത്.
സമാനമായ കാര്യങ്ങൾ വിവരിക്കുന്നതിന് ഒരേ അർത്ഥം നൽകാൻ നമ്മൾ ശ്രമിക്കുകയും വ്യത്യാസങ്ങൾ വ്യക്തമാക്കാൻ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. മനുഷ്യരെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. സ്ത്രീ എന്നും പുരുഷൻ എന്നും, സഹോദരൻ എന്നും സഹോദരി എന്നും ഒരേ തലമുറയിൽപ്പെട്ടവരാണെന്ന് പറയുന്നു. എന്നാൽ അച്ഛനും മകനും വ്യത്യസ്ത തലമുറകളിൽ പെട്ടതാണെന്ന് പറയുന്നു. ഇനി മദർ ഇൻ ലോയും ഫാദർ ഇൻ ലോയും അങ്ങനെ നമ്മൾ രണ്ട് വ്യക്തികളെ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു അല്ലേ? മദർ ഇൻ ലോയും ഫാദർ ഇൻ ലോയും എന്താണ്? രണ്ട് വ്യക്തികളെ തമ്മിലുള്ള എന്താണ് അവർക്കുള്ള ബന്ധത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ ഡയറ്റിക് എന്ന് പറയുന്നു. ആദ്യത്തെ സാമൂഹ്യ ബന്ധം പ്രകൃതിയിൽ ഡയറ്റിക്സ് ആണെന്ന് ബ്രിട്ടീഷ് സാമൂഹിക നരവംശ ശാസ്ത്രജ്ഞനായ റാഡ്ക്ലിഫ് ബ്രൗൺ അഭിപ്രായപ്പെടുന്നു. ഒരു ബന്ധത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ബന്ധം ഒരു സംഭവത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ടോ അതോ അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ടോ എന്നെല്ലാം നമ്മൾക്ക് എന്താണ് ഓരോരുത്തർക്കും ഓരോ സംശയങ്ങളായി ഉയർന്നു വരും. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഉന്നയിക്കുമ്പോൾ ആ ബന്ധം രണ്ട് വ്യക്തികളിൽ മാത്രമായി പരിമിതപ്പെടുന്നുണ്ടോ അതോ സമാനമായ സാഹചര്യങ്ങളിൽ നിരവധി ആളുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നെല്ലാം നമ്മൾക്ക് ഓരോ സംശയങ്ങൾ വരുന്നു. ഒരു വിദ്യാർത്ഥി അധ്യാപക ബന്ധം രണ്ട് വ്യക്തികൾക്കിടയിൽ കാണപ്പെടുന്നു. എന്നാൽ പിന്നീട് നിരവധി അധ്യാപകരും നിരവധി വിദ്യാർത്ഥികളുമായി മാറുന്നു. ഒരു വ്യക്തി പല വ്യക്തികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സാഹചര്യം വിവരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ പറയുന്നത് കോൺസെപ്റ്റീവ് തിയറിസം നാച്ചുറൽ സയൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഗണിതവും ബീജഗണിതവും തമ്മിലുള്ള വ്യത്യാസം ഓർമ്മിക്കുന്നത് ഉപയോഗപ്രദമാണെന്ന് ആദ്യ സന്ദർഭത്തിൽ നമുക്ക് മുന്നിൽ ഉന്നയിക്കപ്പെടുന്നു. ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാൻ നമ്മൾക്ക് ശ്രമിക്കാം. രണ്ട് തുകകൾ, മൂന്ന് തുക മുതലായ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ വ്യായാമങ്ങൾ 1, 2, 3 കുറയ്ക്കലാണ് അല്ലെങ്കിൽ ഗുണനത്തിലേക്കും ഹരിക്കലിലേക്കും പോകുക. ഓരോ വ്യായാമവും വ്യക്തിഗതമായി പരിഹരിക്കപ്പെടുന്നു. ഓരോ കണക്കുകൂട്ടലും വ്യക്തിഗതമായി ചെയ്യുന്നതിനുള്ള ഒരു തത്വം അല്ലെങ്കിൽ ഒരു പൊതുരീതി കണ്ടെത്തുന്നത് പോലെയാണ് ഒരു തരത്തിൻ്റെ അല്ലെങ്കിൽ നിരവധി പൊതുവായുള്ള ഒരു രീതിയുടെ കണ്ടെത്തൽ ഒരു ഫോർമുല വികസിപ്പിക്കുന്നതിലെ ഒരു ചുവടുവയ്പ്പാണ് ഒരു സിദ്ധാന്തം എന്ന് പറയുന്നു. ഇനി നമുക്കൊരു കൂട്ടം സിദ്ധാന്തങ്ങളിലേക്ക് പോകാം. നമ്മുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ ജ്യാമിതി പഠിപ്പിക്കുന്നത് നമ്മൾ ഓർക്കുന്നില്ലേ? ഒരു ബിന്ദു, ഒരു രേഖ, ഒരു കോൺ, ഒരു ത്രികോണം എന്നിവയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. തുടർന്ന് ഒരു ത്രികോണത്തിൽ 3 കോണുകളുണ്ടെന്നും അവയുടെ ആകെ തുക 180 ഡിഗ്രി ആണെന്നും പറയുന്നു. ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ മറ്റു 2 എണ്ണം ബാക്കിയുള്ള 90 ഡിഗ്രി ആവുന്നു. ഏതെങ്കിലും സംയോജനത്തിൽ പങ്കിടണമെന്ന് പറയുന്നു. 60 ഡിഗ്രി, 30 ഡിഗ്രി അല്ലെങ്കിൽ 45 ഡിഗ്രി, പിന്നെ 45 ഡിഗ്രിയുമെന്ന് പറയുന്നു. ഇവിടെ കോണിന്റെ ഡിഗ്രിയും ഒരു വശത്തിന്റെ നീളമോ വലിപ്പമോ തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. പ്രകൃതി ശാസ്ത്രങ്ങളിൽ ഒരു ഉദാഹരണമായി നമുക്ക് നോക്കാം. ഭൗതികശാസ്ത്രത്തിലും രസതന്ത്രത്തിലും നമുക്ക് വാക്കുകളെ സങ്കല്പങ്ങളിലാക്കി എടുക്കാൻ സാധിക്കുന്നു. അവയുടെ പരസ്പര ബന്ധങ്ങളും തുടർന്ന് ആശയങ്ങൾ തമ്മിലുള്ള അളവുകളിൽ പ്രകടിപ്പിക്കുന്നു. പരസ്പര ബന്ധങ്ങൾക്ക് സിദ്ധാന്തത്തിലേക്ക് മികച്ച നിയമങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. ഉദാഹരണമായി നമുക്കൊരു ആപ്പിളിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. അത് മരത്തിൽ നിന്ന് താഴെ വീണു എന്ന് പറയുന്നു ഒരു സാധാരണ സംഭവമാണെന്ന്
പറയപ്പെടുന്നു. ആപ്പിൾ എന്തുകൊണ്ടാണ് നിലത്ത് വീണത് എന്ന ചോദ്യത്തിന് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. അതെന്തുകൊണ്ടാണ് അങ്ങനെ വീണത് എന്ന് ന്യൂട്ടൺ ഒരു സിദ്ധാന്തം തന്നെ രൂപപ്പെടുത്തിയെടുത്തു. അങ്ങനെ ഗുരുത്വാകർഷണ സിദ്ധാന്തം നിലവിൽ വരികയും ചെയ്തു. ഭൂമിയുടെ സൃഷ്ടി മുതൽ ആപ്പിളോ മറ്റു വസ്തുക്കളോ അങ്ങനെ വീണുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ന്യൂട്ടനുമായി വിശദീകരണം നടത്തുന്നു. അങ്ങനെ സിദ്ധാന്തങ്ങളുടെ രൂപീകരണ പ്രക്രിയയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ. അപ്പൊ ന്യൂട്ടന്റെ എന്താണ്, ഏതൊരു വസ്തുവും മേളിൽ നിന്ന് താഴേക്ക് ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് വീഴുന്നത് എന്ന് ന്യൂട്ടൺ തെളിയിക്കപ്പെട്ടു. ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങളിലൂടെ നമുക്ക് തെളിയിച്ച് കാണാൻ സാധിച്ചു. അതായത് സിദ്ധാന്തത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. സ്ഥല സമയങ്ങളിൽ ആവർത്തിക്കുന്നതിൻ്റെയും സാർവത്രികമായ സാധുവായ ഒരു വിശദീകരണമാണ് സിദ്ധാന്തമെന്ന് പറയുന്നു. സൈദ്ധാന്തിക പ്രസ്താവന ശരിയായി ഉച്ചരിക്കേണ്ടതിൻ്റെ ആവശ്യകത നിലനിർത്തുന്ന അവസ്ഥയാണ് ഇതെന്ന് പറയുന്നു. തുടർന്നുള്ള പരീക്ഷണങ്ങൾ പുതിയ സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിലും സിദ്ധാന്തം പരിഷ്കരിക്കുന്നതാണ്. അതിനെ പുതിയതായി പരിഗണിക്കേണ്ടത് സിദ്ധാന്തം പുനർപരിശോധിക്കാവുന്നതുമാണെന്ന് പറയുന്നു. അടുത്തതായിട്ട് ടുവേർഡ് സയൻസ്, സോഷ്യൽ സയൻസ്, ഡർഗെയിം, വെബർ ആൻഡ് ബയോണ്ടിനെ കുറിച്ച് നോക്കാം. സാമൂഹ്യ ശാസ്ത്രങ്ങൾക്ക് പ്രകൃതി ശാസ്ത്രത്തിൻ്റെ രീതി പിന്തുടരാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇവയ്ക്ക് പ്രത്യേക ചർച്ച ആവശ്യമാണ്. കോംറ്റെ, ഡർഗെയിം, റാഡ്ക്ലിഫ് എന്ന് മറുപടി നൽകി. ചരിത്രകാരനായ ദിൽത്തേയും മറിച്ചൊരു വീക്ഷണമാണ് സ്വീകരിച്ചത്. വെബർ മധ്യവർഗം പിന്തുടരാൻ ശ്രമിച്ചുവെങ്കിലും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിശദീകരണങ്ങൾ, സംവിധാനങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയെ മഹത്തായ സിദ്ധാന്തങ്ങൾ എന്ന് പറയുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ മാക്സ് വെബർ തൻ്റെ സിദ്ധാന്തങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുത്തിയതെന്ന്. അത് ഓർക്കാം. പ്രധാന വാക്കുകൾ പ്രൊട്ടസ്റ്റന്റ് ധാർമ്മികത, മുതലാളിത്തം എന്നിവ സാഹിത്യത്തിലൂടെ കടന്നുപോയതിനു ശേഷം നിർവഹിക്കപ്പെടുകയും അവയുടെ ആദർശ താരങ്ങൾ നിർവചിക്കുകയും ചെയ്യുന്നു. രണ്ടും നിലവിലുണ്ടായിരുന്നതും ഇല്ലാതിരുന്നതുമായ കേസുകൾ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നു. ചരിത്രപരമായ സാഹചര്യങ്ങൾ താരതമ്യങ്ങൾ നടത്താൻ ശ്രമിക്കുകയും ഓരോ മതവിഭാഗത്തിലും പ്രബലമായ വിദ്യാഭ്യാസത്തിൻ്റെ തരത്തെക്കുറിച്ചുള്ള നിലവിലുള്ള ഡാറ്റ താരതമ്യം ചെയ്യുകയും ചെയ്തു. പ്രൊട്ടസ്റ്റന്റ് ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ മുതലാളിത്തത്തിൻ്റെ ഉദയത്തിൻ്റെ യാദൃച്ഛികതയെ കുറിച്ചുള്ള ഒരു നിഗമനത്തിൽ എത്തിയെന്ന് പറയുന്നു. ഈ പരസ്പര ബന്ധം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാം. നാഗരികതകളുടെ പൊതു ചരിത്രവുമായി ഈ കേസിൻ്റെ വിശദീകരണം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള പാത വെട്ടിത്തുറക്കുന്ന പഠനങ്ങൾ അനുബന്ധ വിഷയങ്ങളിൽ നിന്നും പ്രധാന വിഷയത്തിലേക്ക് നിന്നുമുള്ള പണ്ഡിതർക്കും ഇടയിൽ കാലക്രമേണ ശ്രദ്ധ നേടിക്കൊണ്ടിരുന്നു. പിന്നീടുള്ള പഠനങ്ങൾ സിദ്ധാന്തത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. ആത്മഹത്യയെക്കുറിച്ചുള്ള പഠനങ്ങൾ പ്രത്യേകിച്ച് സാമൂഹ്യ മനഃശാസ്ത്രജ്ഞരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. പിന്നീട് സുരക്ഷിതത്വബോധം നഷ്ടപ്പെടുത്തിയിരിക്കുന്നുള്ള ശ്രമങ്ങൾ, അതായത് സുരക്ഷിതത്വ ബോധത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതൽ മുന്നോട്ട് വയ്ക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. മാക്സ് പ്രൊട്ടസ്റ്റന്റ് ധാർമ്മികതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം കത്തോലിക്ക ഹിന്ദു വിശ്വാസങ്ങളെ ഒരു തരം നിഷേധത്തിൻ്റെ നിഷേധം നിർദ്ദേശിക്കുന്നു. എഴുത്തുകാരുടെ കൈകളിൽ നിന്ന് എതിർ പോയിന്റിന് കാരണമായി എടുത്തു. വെബർ മുന്നോട്ട് വെച്ച സാംസ്കാരികത്തേക്കാൾ ഘടനാപരമായ ഘടകങ്ങൾ നിർണയിക്കുവാൻ വേണ്ടി മാക്സിൻ്റെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചു. ഏഷ്യൻ സംഭാഷണങ്ങൾ ഭൂരിഭാഗവും സാംസ്കാരിക ചട്ടക്കൂടിനുള്ളിൽ വെബറുമായുള്ള ചർച്ചയെ സജീവമാക്കി തുടങ്ങി.
മാക്സിനെയും വെബറിനെയും പരസ്പരം പൂരകങ്ങളിലായി സൂചിപ്പിക്കുന്ന ഒരു തരം ഒത്തുചേരലായിരുന്നു അതെന്ന് പറയുന്നു. സാമൂഹ്യ വസ്തുക്കൾ, പ്രവാഹങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീക്ഷണകോണുകൾ സ്വന്തം കാലഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്ത ക്ലാസിക്കൽ എഴുത്തുകാർ പുതിയ സമൂഹങ്ങളുടെ അല്ലെങ്കിൽ നന്മയുടെ സമകാലിക കാലഘട്ടങ്ങളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള ഒരു വലിയൊരു കാരണമായി തീർന്നു എന്ന് പറയുന്നു. അടുത്തതായി പറയുന്നത് പാഴ്സൺസും മെർട്ടനെ കുറിച്ചാണ്. 20-ാം നൂറ്റാണ്ടിലെ എഴുത്തുകാരിൽ മനുഷ്യ പ്രവർത്തനങ്ങളെ സങ്കല്പിക്കുന്നതിലും സമ്പദ് വ്യവസ്ഥയെ, രാഷ്ട്രീയത്തെയും സ്ഥാപനങ്ങളെയും പാറ്റേൺ പരിപാലനം എന്നിവയെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയത് പാഴ്സൺ ആയിരുന്നു. ഈ വ്യവസായത്തിൽ സാമ്പത്തിക ശാസ്ത്രവും നരവംശാസ്ത്രവും മനഃശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും എന്നിവയിൽ നിന്നുള്ള സംഭാവനയെയും ഒരു പൊതുപ്രവർത്തന സിദ്ധാന്തത്തിലേക്കുള്ള അവയുടെ സംയോജനവും ആവശ്യമാണെന്ന് പറഞ്ഞു. പാഴ്സൺ പക്വത പ്രാപിച്ചപ്പോൾ ഉപസംവിധാനങ്ങളായി അദ്ദേഹം സമ്പദ് വ്യവസ്ഥയെ, രാഷ്ട്രീയം, കുടുംബം, തൊഴിലുകൾ, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രം എന്നിവയെക്കുറിച്ച് പരിശോധിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. അത് ശ്രമിക്കുന്നത് ഏതിലൂടെയായിരുന്നു? അമേരിക്കൻ സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ പരിശോധിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ നടത്തിയത്. പാഴ്സൺസിനെ കുറിച്ചുള്ള സമാനമായ ഒരു വ്യായാമം സൂചിപ്പിക്കുന്നത് ടുവേർഡ്സ് എ ജനറൽ തിയറി ഓഫ് ആക്ഷൻ എന്ന പുസ്തകം 1936 പ്രസിദ്ധീകരിച്ചു. ഒരു പരിധിവരെ സാമൂഹിക വ്യവസ്ഥയെ ചൂണ്ടിക്കാണിക്കാൻ ഈ പുസ്തകം അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കഴിഞ്ഞു തന്നെ പറയുന്നു. ഇനി മെർട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനുഭവപരമായ പഠനങ്ങളുടെ ഗ്രാൻഡ് തിയറിയെയും പുതിയ സംയോജനത്തിൽ ശ്രമിച്ച ഏറ്റവും ഗൗരവമുള്ള വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു മെർട്ടൻ എന്ന് പറയുന്നു. ആധുനിക സമൂഹങ്ങളുടെ ഗവേഷണ ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നതിലുള്ള ക്ലാസിക്കൽ വിശദീകരണം അദ്ദേഹം ചിട്ടപ്പെടുത്തി. ഇദ്ദേഹം ഒരു പരിധിവരെ അവയ്ക്ക് പുതിയ പ്രസക്തിയും ഊർജ്ജസ്വലതയും നൽകിക്കൊണ്ട് പഴയ ആശയങ്ങൾ പരിഷ്കരിച്ചു എന്ന് പറയുന്നു. ഫങ്ഷൻ, ഡിഫങ്ഷൻ, നോൺ ഫങ്ഷൻ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് ഫങ്ഷൻ നടത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഈ 3 ഫങ്ഷന്റെയും ഫലങ്ങളുടെ സന്തുലിതാവസ്ഥ കണ്ടെത്താനും അദ്ദേഹം ശ്രമിച്ചു. ഒരു നിരീക്ഷണ പ്രോട്ടോകോൾ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു എന്ന് തന്നെ പറയുന്നു. അടുത്തത് തിയറി ഓഫ് സൊസൈറ്റിയെക്കുറിച്ച് നമുക്ക് നോക്കാം. അമേരിക്കൻ സമൂഹത്തിൻ്റെ അനുഭവപരമായ സാഹചര്യത്തിൽ ഈ ചികിത്സ വ്യക്തമായി വേരൂന്നി എന്ന് തന്നെ പറയാം. ഇന്ത്യൻ പണ്ഡിതന്മാരിൽ പാഴ്സൺസ് ചെലുത്തിയ സ്വാധീനങ്ങൾ, പരാമർശങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ നിലപാട് പ്രസ്താവിക്കുന്നത് ഫലങ്ങൾ സമന്വയിപ്പിക്കുന്നതിന് വളരെയധികം ആശയങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇദ്ദേഹം കുറ്റക്കാരനെന്ന് ചില വിമർശകർ പാഴ്സനെ കുറിച്ച് അഭിപ്രായപ്പെട്ടിരുന്നു. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പിന്തുണക്കാരേക്കാൾ കൂടുതലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാതെ കൂടുതൽ പേരും എന്താണ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും വിമർശകരായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും സമൂഹത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ നിർദ്ദിഷ്ട പഠനങ്ങൾ നടത്തുകയും അദ്ദേഹം ഓരോ ഈ ഒരു സിദ്ധാന്തത്തിന് മുമ്പിൽ കാഴ്ചവെക്കുകയും ചെയ്തു. അങ്ങനെ സൊസൈറ്റിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുവാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു എന്ന് പറയുന്നു.